ഹലോ, ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് കേൾക്കാലോ അല്ലേ? നമ്മൾ ഇന്ന് സോഷ്യലിലെ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മധ്യകാല ഇന്ത്യ എന്നുള്ളൊരു യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിന്റെ അകത്ത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അറിയാം, ഇതിനകത്ത് കൂടുതലായിട്ടും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വായിക്കാൻ മാത്രമുണ്ട് ഈ ഒരു യൂണിറ്റ്, കാരണം നമുക്കൊന്നും വിട്ടുകളയാൻ പറ്റത്തില്ല. നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ മാത്രമുണ്ട്. പക്ഷേ ഇച്ചിരി ഒരു ബോറടിക്കുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം, കാരണം ചരിത്രവും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഇത് നമ്മൾ 5ാം ക്ലാസ്സിൽ 6ലുമായിട്ട് പഠിച്ച് നമ്മുടെ മുഗൾ സാമ്രാജ്യ കാലഘട്ടവും അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ക്ലാസ് പറഞ്ഞു പോകും, പക്ഷെ നിങ്ങൾ എന്നാലും ടെക്സ്റ്റ് ബുക്ക് തന്നിട്ട് വായിച്ചു പോകാം കേട്ടോ. അപ്പൊ മധ്യകാല ഇന്ത്യ നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം. നമുക്ക് ഈ 2 ചിത്രങ്ങൾ, ഒന്നാമത്തെ നമ്മുടെ റെഡ് ഫോർട്ട്, അതായത് ചെങ്കോട്ടയാണ്. രണ്ടാമത് നമ്മുടെ ഹംപിയാണ്. ദേ ഇവിടെ നോക്കിക്കേ, സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തി നിങ്ങൾ കണ്ടിരിക്കും. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. അതായത് മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇനി ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപി. അപ്പൊ വിജയനഗരത്തിന്റെ തലസ്ഥാനമായിരുന്നു ഏത്? നമ്മുടെ ഹംപിയുടെ ചിത്രവും തന്നിട്ടുണ്ട്. ഇത് നോക്കിയാൽ മുഗൾ ഭരണം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചുപോയ കാര്യങ്ങളാണ്, നമ്മുടെ 6ാം ക്ലാസ്സിൽ പഠിച്ചുപോയ കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഇത് എടുത്തു പറയുന്നുണ്ടേ ഉള്ളൂ. 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ആരായിരുന്നു? ബാബറാണ്. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളുടെ പേരുകളാണ് ഈ തന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി നമ്മൾ അവരുടെ പേരുകൾ കണ്ടതാണ്. ആദ്യത്തെ ആള് നമ്മുടെ ബാബർ, പിന്നെ ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. നമ്മൾ ഇവരുടെ എല്ലാം കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ എടുത്തു പറയുന്നില്ല. ഇതെല്ലാം നമ്മുടെ മുഗൾ ഭരണകാലത്തെ ചക്രവർത്തിമാരാണ്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. നോക്കി, മുഗൾ രാജ്യത്തിന്റെ ആ ഒരു സമയം നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒരു ഭൂപടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടോ ആ പച്ച കളറിൽ മൊത്തം വന്നിരിക്കുന്നത് നമ്മുടെ മുഗൾ സാമ്രാജ്യമാണ്. ഇന്ത്യക്ക് പുറമെ നമ്മുടെ പാകിസ്ഥാനിലേക്കും നേപ്പാളിലേക്കും എല്ലാം നമ്മുടെ ഈ മുഗൾ രാജ്യം വിസ്തൃതമായിട്ട്, അല്ലെങ്കിൽ അവർ ഇന്ത്യക്ക് പുറമെ മുഗൾ ഭരണം വ്യാപിച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് ജസ്റ്റ് പിക്ചറിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പ് മുഗളര് 1ാം പാനിപ്പത്ത് യുദ്ധവും അതിന്റെ വർഷമൊക്കെ നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്. പാനിപ്പത്ത് യുദ്ധത്തിന്റെ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പദം ഉത്ഭവിച്ചത്. മുഗൾ രാജ്യ സ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. നമുക്കതൊന്നും വേണ്ട. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. അപ്പം 1ാം പാനിപ്പത്ത് യുദ്ധം അത് ഉണ്ടായതെന്നാണ് 1526 ആരൊക്കെ തമ്മിലായിരുന്നു? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും എവിടെ വെച്ച്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടിയതാണ് നമ്മുടെ പാനിപ്പത്ത് യുദ്ധം. അത് 1526 ഇബ്രഹാം ലോധിയും നമ്മുടെ ബാബറും തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടിയതാണ് പാനിപ്പത്ത് യുദ്ധം. അത് ഓർത്തിരിക്കുക കേട്ടോ, അതിന്റെ വർഷവും. ഇനി ഇവിടെ ജസ്റ്റ് ജസ്യൂട്ട് പാതിരി പീറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാന്തരം എഴുതിയ അനുശോചന കുറിപ്പാണ്. നമുക്ക് അങ്ങനെ അനുശോചന കുറിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ പൊതുവെ ഇല്ല. പക്ഷെ അക്ബർ ചക്രവർത്തിയുടെ കുറച്ച് സവിശേഷതകൾ നോക്കി. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തി ആയിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെ, പരിചിത അപരിചിത വ്യത്യാസമില്ലാതെ
ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ, കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടെയും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പൊ അക്ബറിനെ കുറിച്ച് ജെസ്യൂട്ട് പാതിരി പേരി ജാരിക് എഴുതിയ ഒരു അനുശോചന കുറിപ്പാണ്. ഇതിനകത്ത് ജസ്റ്റ് അക്ബർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന്റെ നല്ല ഗുണങ്ങളും കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊരു കുറച്ച് കാര്യങ്ങൾ തന്നിട്ടേ ഉള്ളൂ. നമുക്ക് ഈ സോഷ്യലിനത് ചിലപ്പം ഈ ക്യാരക്ടർ സ്കെച്ച് എന്നല്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് തന്നിട്ട് ഇത് ഏത് രാജാവിനെ പറ്റിയാണ് എന്ന രീതിയിൽ അങ്ങനെ അത് ഒന്നോ രണ്ടോ തവണ ചോദിച്ചിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെയും ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഈ സവിശേഷതകളൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ നോക്കിക്കേ, മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായിരുന്ന ഭരണാധികാരി അക്ബർ വിവിധ മതസ്ഥരുമായി ചർച്ച നടത്തുന്നു. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ്, അതിന്റെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അതായത് 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ പണി കഴിപ്പിച്ചതാണ് എന്ത്, ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അതായത് 1575 അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് നമ്മുടെ ഖാന, ഇത് ഇബാദത്ത് ഖാന അദ്ദേഹം പണി കഴിപ്പിച്ചു. വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന സഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. അതായത് അവർക്ക് വിവിധ മതസ്ഥരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് ഒരുമിച്ചിരുന്ന് അവരുടെ ചർച്ചകളായിക്കോട്ടെ വാഗ്വാദങ്ങളായിക്കോട്ടെ അത് ഒരുമിച്ചിരുന്ന് തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അക്ബർ ഇത് പണി കഴിപ്പിച്ചത്. ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ആ ഒരു കൂടാരമല്ല, അത്യാവശ്യം ഈ പണ്ഡിതന്മാർക്കെല്ലാം ചർച്ചകൾ ചെയ്യാൻ പറ്റിയ ഒരു സദസ് എന്ന രീതിയിൽ അദ്ദേഹം പണി കഴിപ്പിച്ചു. അത് 1575 എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലാഹി. ഇതെല്ലാ മതസ്ഥരുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇ ലാഹി. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ ജസ്റ്റ് അത് ഓർത്തിരുന്നാൽ മതി ആ ഒരു വാക്ക്, അല്ലെങ്കിൽ എല്ലാ മതസ്ഥരുടെയും അതെല്ലാം കൂടെ കൂട്ടിയിണക്കി അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ദർശനമാണ് നമ്മുടെ ദിൻ ഇ ലാഹി എന്നുള്ളത്. അതിന്റെ അർത്ഥം വരുന്നത് എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ അക്ബറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു ടൈം, അത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ, ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവന്താസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നതിൽ പ്രധാനികളാണ്. ജസ്റ്റ് ആ പേരുകൾ നോക്കുക. രാജ ടോളർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവാൻദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളാണ്. ജസ്റ്റ് ചുമ്മാ 3 പേരുടെയും വേറൊരാളുടെയും തന്നിട്ട് ഇതിൽ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നതിൽ പെടാത്തത് ഏതാണ് ചുമ്മാ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ആ പേരുകളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ഈ സോഷ്യലിന്റെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഈ മുഗൾ ഭരണ കാലഘട്ടം അല്ലെങ്കിൽ ഈ രാജവാഴ്ച ആ ഒരു കാര്യങ്ങളിലൊക്കെ ടോപ്പിക്കുകളിൽ നിന്നും കൂടുതലും ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിക്കാറുള്ളൂ. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരുടെ ബന്ധത്തിൽ സുൽഹ് കുൽ, അതായത് എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പാണ് ഏത്, തുസൂക്കി ജഹാംഗീർ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതില് ഈ അക്ബറിനെ കുറിച്ച്, അക്ബർ ചക്രവർത്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഓർമ്മക്കുറിപ്പിലുള്ളത്. അപ്പൊ ഈ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പിന്റെ പേര് ഓർത്തിരിക്കുക. നമുക്ക് ഈ വലിയ ഇത് തന്നിട്ട് ഇത് ഏത് ഓർമ്മക്കുറിപ്പ് പറയുന്നത് അങ്ങനെയൊന്നും ചോദിക്കില്ല. ആ ഓർമ്മക്കുറിപ്പ് ആരുടേതാന്ന് ഓർത്തിരിക്കുക, ആരാണ് എഴുതിയെന്നുള്ളത്. അതായത് ജഹാംഗീർ എഴുതിയതാണ് തുസൂക്കി ജഹാംഗീർ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പ്. ഇത് നോക്കിയ മുഗൾ സൈന്യം. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനു വേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ്
മാൻസബ്ദാരി. അത് നമ്മൾ ഓൾറെഡി 6ാം ക്ലാസ് പറഞ്ഞു പോയ കാര്യമാണ്. അക്ബറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം രൂപം കൊടുത്തിയ സൈനിക സമ്പ്രദായത്തിന്റെ പേരെന്താണ്? മാൻസബ്ദാരി. മാൻസബ്ദാരി എന്ന് പറഞ്ഞാൽ ഒരു സൈന്യമാണ്. ആര് രൂപം കൊടുത്തത്? നമ്മുടെ അക്ബർ. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥനെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥനും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മാൻസബ് എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മാൻസബ്ദാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മാൻസബ്ദാർമാർക്ക് അവരുടെ പദവിക്ക് അനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. അപ്പൊ എന്താണ് മാൻസബ്ദാരി? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതൊരു സൈനിക സമ്പ്രദായമാണ്. അതായത് ഓരോ ഉദ്യോഗസ്ഥനും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുതിരപ്പടയാളികളുടെ ഒരു വ്യൂഹം ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് ഏർപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ അക്ബർ ചക്രവർത്തി നടപ്പിലാക്കിയിട്ടുള്ള സൈനിക സമ്പ്രദായമാണ് ഏത്? മാൻസബ്ദാരി സമ്പ്രദായം. അപ്പൊ ആ പേര് ഓർത്തിരിക്കുക. മാൻസബ്ദാരി ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ അക്ബർ ചക്രവർത്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത് നോക്കിക്കേ, മുഗൾ ഭരണരീതി എങ്ങനെയാണെന്നു. ആ മുഗൾ ഭരണരീതി അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണം എന്നുള്ളത് ഈ പേര് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായിരുന്നു എന്ന് നോക്കാം. അതായത് മുഗൾ ഭരണ സമയത്ത് ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്നൊക്കെ ഗ്രാമം, പർഗാന, സർക്കാർ, സുബ. മുഗൾ രാജ്യത്തിലെ ഒരു ഭരണ സൗകര്യത്തിനായി ഇങ്ങനെ തിരിച്ചിരുന്നു. ഗ്രാമമുണ്ട്, പർഗാനയുണ്ട്, പിന്നെ സർക്കാർ, സുബ, ഇങ്ങനെയാണ് തിരിച്ചിരുന്നത്. അതായത് മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. നമ്മൾ പറയും ആദ്യം നമ്മുടെ ഓരോ സ്ഥാനങ്ങളാണ്. നമ്മൾ ആദ്യം ഇപ്പൊ പരാതി പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂളിൽ എന്തെങ്കിലും നമ്മൾ ആദ്യം ടീച്ചറിനോട് പറയുന്നു, പിന്നെ അത് ഹെഡ് മിസ്ട്രസിനോട് പറയുന്നു, അല്ലെങ്കിൽ അതിലും നിന്നില്ലെങ്കിൽ നമ്മൾ മാനേജറിനോട് പറയുന്നു. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം പോയി ചക്രവർത്തിയോട് പറഞ്ഞ് നമ്മൾ തീർപ്പാക്കുന്ന ആ ഒരു ഇതല്ലായിരുന്നു. അപ്പൊ ആദ്യം ഗ്രാമങ്ങളിൽ നമ്മൾ പറഞ്ഞ് ആ പ്രദേശങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ തീർപ്പാക്കുന്നു. അല്ലെങ്കിൽ അവിടുന്ന് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പർഗാന എന്ന ആ ഒരു തലത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ സർക്കാർ, ഇന്ന് ലാസ്റ്റാണ് നമ്മൾ സുബ. പിന്നീടാണ് നമ്മൾ ഈ ചക്രവർത്തി എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് തന്നെ. അപ്പൊ ആദ്യം നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ ആ ഒരു ഘട്ടം അവർ തീർപ്പാക്കാൻ പറ്റുന്നില്ല, അവർ തീർപ്പാക്കിയിട്ട് ഓക്കെ ആവണേ ഓക്കെ, അവിടെ കൊണ്ട് അത് തീർന്നു. ഇല്ല എങ്കിലാണ് പിന്നീട് ചക്രവർത്തിയുടെ സദസ്സിലേക്ക് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പോകുന്നത്. ഓക്കെ. ഇവിടെ ആ ഒരു സദസ്സിന്റെ കാര്യങ്ങൾ കണ്ടോ. എല്ലാവരും വന്ന് അക്ബർ ചക്രവർത്തി ദിവാനി ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നു. കണ്ടോ, എല്ലാവരും വന്ന് ചക്രവർത്തിയുടെ പരാതിയൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. ഇനി സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി, അതായത് മുഗൾ ഭരണകാലത്തെ സമൂഹത്തെ കുറിച്ച് അക്കാലത്തെ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥിതിയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. അതായത് ഫ്യൂഡൽ സിസ്റ്റം, അതായത് സമൂഹം പല തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. എല്ലാവരും ഒരേ രീതിയിൽ എന്നല്ല, സമൂഹത്തിലെ പല തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. അത് നമുക്കറിയാം. ആ ഒരു സിസ്റ്റം ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. സാധാരണക്കാർ, അവരെ ഭരിക്കാൻ നമ്മുടെ രാജാക്കന്മാർ. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച
ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയർ, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ടവർണിയർ അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തേക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. അതായത് ഈ മുഗൾ രാജ്യത്തെ ആ ഒരു സമയത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണിത്. നമ്മൾ പറഞ്ഞു സമൂഹത്തെ എല്ലാവരും ഒരേ രീതി എന്ന രീതിയിലല്ലായിരുന്നു. സമൂഹത്തിൽ താഴെത്തട്ടിൽ കിടന്നവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകളിൽ നിൽക്കുന്നവരും, അവരാണ് നമ്മുടെ രാജാക്കന്മാരായിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ കൂടുതലും കർഷകരായിരുന്നു. അപ്പൊ അവരവരുടെ സാധനങ്ങളൊക്കെ വിറ്റിരുന്നു, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഇതിലെ കൂടെയായിരുന്നു. അങ്ങാടികൾ എന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആഗ്രയും ഫത്തേപൂർ സിക്രിയും അത് തമ്മിൽ നല്ല ദൂരം അകലം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ഈ ദൂരം അത്രയും വഴി നീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാമായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്തുള്ളതാണ് അങ്ങാടികൾ. ഇപ്പൊ നമ്മൾ അങ്ങനെ അങ്ങാടിക്കട അല്ലെങ്കിൽ അങ്ങാടി മരുന്നുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അതായത് ആഗ്രയും ഫത്തേപൂർ സിക്രിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ്. നമ്മുടെ റാൽഫിച്ച് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ വായിച്ചത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചിരുന്നുവെന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷികോൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ തന്റെ പുസ്തകമായ ഐനി അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ വ്യത്യസ്ത നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരുടെ പുസ്തകത്തിലാണ്? അതായത് അബുൾ ഫസൽ തന്റെ പുസ്തകമായിട്ടുള്ള ഐനി അക്ബരിയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കാർ വ്യത്യസ്ത തരത്തിലുള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെന്ന്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകരെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെ ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. നമ്മൾ പറഞ്ഞു കുറെ സഞ്ചാരികള് ഈ നമ്മുടെ രാജ്യം മൊത്തം ഉടനീളം സഞ്ചരിച്ച ഓരോ ഭരണകാലത്തെയും കാര്യങ്ങൾ, അവിടുത്തെ ഈ കർഷകരുടെ അവസ്ഥകള്, അല്ലെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികള്, പിന്നെ ഈ ജാതി വ്യവസ്ഥകൾ തമ്മിൽ വേർതിരിവുകള്, അവിടുത്തെ കാഴ്ചകള്, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങള്, ഇതെല്ലാം അവരവരുടെ ഓർമ്മക്കുറിപ്പുകളിൽ അല്ലെങ്കിൽ അവരെഴുതുന്ന പുസ്തകങ്ങളിലെല്ലാം എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ ആ കുറെ കാര്യങ്ങൾ വഴിയാണ് നമ്മൾ ഇന്ന കാലഘട്ടങ്ങളിൽ ഇന്ന രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ അവരെഴുതി വെച്ചിരുന്നതെന്നാണ് നമ്മൾക്ക് കൂടുതൽ അറിവുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പം ഓരോരുത്തരും എഴുതി വെച്ച കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും പറയുന്നത്. ഇനി നോക്കിക്കേ, അബുൾ ഫസൽ, നമ്മൾ പറഞ്ഞു അബുൾ ഫസലിന്റെ പുസ്തകമായിരുന്നു ഐനി അക്ബരി. അതില് വിവിധ തരത്തിലുള്ള നെല്ലിനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു ആര്? അബുൾ ഫസൽ. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐനി അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ആര്? നമ്മുടെ അബുൾ ഫസൽ. നമ്മൾ അക്ബർനാമ പഠിച്ചായിരുന്നു. അക്ബറിനെ കുറിച്ചുള്ളതായിരുന്നു നമ്മുടെ അക്ബർനാമ. അതുപോലെ തന്നെ ബാബറിനെ കുറിച്ചുള്ളതാണെങ്കിൽ ബാബർനാമ. ഇത് നമ്മൾ ഓൾറെഡി അതിനകത്ത് കണ്ടതാണ്. അപ്പം അബുൾ ഫസൽ എഴുതിയതാണ് നമ്മുടെ ഐനി അക്ബരി അക്ബർനാമ എന്ന ഗ്രന്ഥവും. നമ്മുടെ അക്ബറിന്റെ ഉപദേഷ്ടാവും അതുപോലെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു നമ്മുടെ അബുൾ ഫസൽ. എനിക്ക് ഇവിടെ കുറെ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. പേർഷ്യൻ ചക്രം, അല്ലെ, നമ്മളിപ്പം ജലചക്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ പാടത്തൊക്കെ നമ്മൾ കൊണ്ടുവെക്കുന്ന ആ ഒരു ടൈപ്പിലുള്ളതാണ് നമ്മുടെ പേർഷ്യൻ ചക്രം. നോക്കിക്കേ, കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രധാന കവാടമായിരുന്നു നമ്മുടെ ഗുജറാത്ത്. തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട്, പഞ്ചസാര, അരി തുടങ്ങിയവയായിരുന്നു പ്രധാന കയറ്റുമതി ഇനങ്ങൾ.
ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. മുഗൾ ഭരണകാലത്തെ നഗരങ്ങൾ ഇന്ന് ഏതെല്ലാം രാജ്യങ്ങളിലാണ് സ്ഥിതി എന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമുള്ള രാജ്യങ്ങളിൽ ഈ മുഗൾ ഭരണകാലം നമ്മൾ ആ ഒരു ഭൂപടം കണ്ടായിരുന്നല്ലോ. അപ്പൊ മുഗൾ ഭരണകാലം അത്രയും വ്യാപിച്ചു കിടന്നിരുന്നതായിരുന്നു. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ഏതൊക്കെ? നമ്മുടെ ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര എന്നിവയൊക്കെ. ഇതെല്ലാം ഇപ്പം ഈ നഗരങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് ഏത് രാജ്യങ്ങളിലാണ് പെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ധാക്ക നമ്മുടെ ബംഗ്ലാദേശിലാണ് ഉൾപ്പെടുന്നത്. ധാക്ക നഗരം ബംഗ്ലാദേശിലാണ് ഉൾപ്പെടുന്നത്. നമ്മുടെ മൂർഷിദാബാദും പിന്നെ സൂറത്തും ആഗ്രയൊക്കെ എവിടെയാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂർഷിദാബാദും സൂറത്തും ആഗ്രയും. അത് എവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ മൂർഷിദാബാദ് എന്നുള്ള നഗരം നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ്. ഞാൻ VW ഇടുക കേട്ടോ. വെസ്റ്റ് ബംഗാളിലാണ് നമ്മുടെ മൂർഷിദാബാദ്. സൂറത്ത് ആണെങ്കിലോ നമ്മുടെ ഗുജറാത്തിലാണ് സൂറത്ത്. ആഗ്ര നമുക്കറിയാം ഉത്തർപ്രദേശിലാണ് ആഗ്ര. ആഗ്ര സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പൊ രാജ്യം നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ്. പിന്നെ മൂർഷിദാബാദ്, സൂറത്ത്, ആഗ്ര തുടങ്ങിയ നഗരങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലാണ്. ഇത് പശ്ചിമ ബംഗാള്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ഇനി നമ്മുടെ ലാഹോർ ആണെങ്കിൽ അത് പാകിസ്ഥാനാണ് കേട്ടോ. ലാഹോർ ആണെങ്കിൽ അത് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ നഗരങ്ങൾ ധാക്കയാണെങ്കിൽ ബംഗ്ലാദേശ്, മൂർഷിദാബാദും സൂറത്തും ആഗ്രയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളാണ്. ഇനി നമ്മുടെ ലാഹോർ ആണെങ്കിൽ അത് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ജസ്റ്റ് ഈ ടേബിൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരാം. നമ്മുടെ മുഗൾ സാമ്രാജ്യ സമയത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉൾപ്പെടുന്നില്ലാത്ത നഗരം ഇതിലേതാണ്, അങ്ങനെയും ചോദിക്കാം. അപ്പൊ മൂർഷിദാബാദ്, സൂറത്ത്, ആഗ്ര ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണ്. ലാഹോർ ആണ് പാകിസ്ഥാനിലാണ്. ധാക്ക ആണെങ്കിൽ എവിടെയാണ്? നമ്മുടെ ബംഗ്ലാദേശിലാണ് ധാക്ക ഉൾപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ ടേബിൾ കിട്ടിയില്ലോ അല്ലെ? ഇല്ല, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാരാ കേട്ടോ. അടുത്ത നോക്കിയ സാംസ്കാരിക സമന്വയം. നമ്മള് സാമ്പത്തിക സാമൂഹ്യ സ്ഥിതിയെ കണ്ടു. ഈ സാംസ്കാരികപരമായിട്ടുള്ള രസ്നാമ എന്ന പുസ്തകത്തിന്റെ പുറം ചട്ട നോക്കിക്കേ. ഇവിടെ കുറെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്തെ ഭാഷ നമുക്കറിയാം. ഈ തൂവൽ കൊണ്ടും അങ്ങനത്തെ എഴുത്താണികൾ അല്ലെങ്കിൽ ആ ഒരു ഇത് കൊണ്ടൊക്കെയാണ് ഇത് എഴുതിയിരുന്നത്. അപ്പൊ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറം ചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോയാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അതായത് മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതം അത് എഴുതി തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ ഷാജഹാന്റെ മകനായിരുന്ന ദാരാ ഷുക്കോയാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെ സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് മുഗൾ സാമ്രാജ്യവും ഇന്ത്യൻ സാംസ്കാരികവും എല്ലാം കൂടെ കൂടി ചേർന്നപ്പോഴാണ് നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഉറുദു ഭാഷ രൂപപ്പെട്ടതും. അപ്പൊ അതിന്റെ എല്ലാം ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ ഇവിടേക്ക് മുഗൾ സാമ്രാജ്യവും അല്ലെങ്കിൽ ഇന്ത്യയും കൂടി ചേർന്നിരുന്നു എന്നതിന് തെളിവായിട്ടുള്ളതാണ് നമ്മുടെ വാസ്തുവിദ്യാ ശൈലികൾ. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ ആഗ്ര കോട്ട, ചെങ്കോട്ട. നമ്മൾ ആദ്യം കണ്ടായിരുന്നു നമ്മുടെ ആഗ്ര കോട്ട, ചെങ്കോട്ട, നമ്മുടെ ഹംപി, താജ്മഹൽ. ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്. ഇനി താജ്മഹലിന്റെ ചിത്രമുണ്ട്, നമ്മുടെ ആഗ്ര കോട്ടയുടെ ചിത്രമുണ്ട്. അപ്പൊ അതേയുള്ള അതിന്റെ ഉദാഹരണം എന്ന രീതിയിൽ ആ ചിത്രങ്ങളായിട്ട് തന്നിരിക്കുന്നത്. ഇതൊക്കെ വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. നമ്മൾ ഓൾറെഡി അത് 6ാം ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. പിന്നെ ഇപ്പം ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, സാംസ്കാരികപരമായിട്ട് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കണ്ടത്. ഇനി വിജയനഗരം.
ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? നമ്മുടെ വിജയനഗര രാജ്യം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വിജയനഗര രാജ്യം. ഇനി നോക്കിയേ, വിജയനഗരവും ഹംപിയും നമ്മള് മറ്റേ ആ ഒരു സിനിമയ്ക്കകത്താണല്ലോ കൂടുതൽ ഹംപിയുടെ കുറെ കാര്യങ്ങൾ തരുന്നത് അല്ലെ. നമ്മൾ ആ സിനിമയുടെ പേര് ഞാൻ ആനന്ദ് വന്നു തോന്നുന്നു. അതിന്റെ അകത്ത് നമ്മൾ ഹംപിയുടെ കുറെ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി കണ്ടുപോയിട്ടുള്ളതാണ്. അപ്പം അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ വിജയനഗരം. നമ്മൾ അന്ന് നമ്മുടെ 6ാം ക്ലാസ്സിൽ ഈ ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലെ അധികാര കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. ദക്ഷിണേന്ത്യയിലുള്ളതാണ് നമ്മുടെ ചോള രാജ്യവും വിജയനഗരവും ബാമിനിയും. പിന്നെ മറാത്ത മാത്രം പശ്ചിമേന്ത്യയിലുള്ളതാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. അപ്പൊ അതിൽ നമ്മുടെ വിജയനഗരത്തിലുള്ളായിരുന്നു എന്താ 3000 തുറമുഖങ്ങളുണ്ട്, ആൾക്കാർ 11 ലക്ഷം സൈന്യവ്യൂഹങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ അന്ന് കണ്ടുപോയ കാര്യങ്ങളാണ്. അപ്പൊ വിജയനഗരത്തിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിയ വിജയനഗരവും ഹംപിയും. വിജയനഗരം അതായത് വിജയത്തിന്റെ നഗരം ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. നോക്കിക്കേ, ഇവിടെ ആ ഒരു വിജയനഗരത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് ഏകദേശം നമ്മുടെ കർണാടക, തമിഴ്നാടിന്റെ കുറച്ച് ഭാഗം, ആന്ധ്രാപ്രദേശ്, ആ ഒരു കുറച്ച് ഭാഗങ്ങൾ കൂടി വന്നാണ് നമ്മുടെ വിജയനഗരം എന്ന് പറയുന്നത്. അപ്പൊ വിജയനഗരം നമ്മൾ പറയുന്നത് ദക്ഷിണേന്ത്യയിലാണ്. വിജയനഗരം നമ്മുടെ ചോള രാജ്യവും ബാമിനി രാജ്യവും ഇതെല്ലാം ഉൾപ്പെടുന്ന എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ്. മറാത്ത ആണെങ്കിൽ നമ്മുടെ പശ്ചിമേന്ത്യയിലാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു വിജയനഗരം ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ആ ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നോക്കി, വിജയനഗര രാജാക്കന്മാര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. വിജയനഗരത്തിലെ സംഗമ രാജവംശം അതിലുള്ളവരാണ് ആരൊക്കെ? നമ്മുടെ ഹരിഹരനും ബുക്കനും. ഇനി സാലുവ വംശത്തിൽപ്പെടുന്നതാണ് നമ്മുടെ നരസിംഹ സാലുവ. തുളുവ വംശത്തിൽപ്പെടുന്നതാണ് വീരനരസിംഹൻ കൃഷ്ണദേവരായരും. അരവിടു വംശത്തിൽ പെടുന്നതാണ് തിരുമലയും വെങ്കിട ഒന്ന്. അപ്പം ഈ രാജാക്കന്മാർ നമ്മുടെ വിജയനഗര രാജാക്കന്മാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. വിജയനഗരത്തിലെ രാജവംശങ്ങൾ 4 സംഗമ രാജവംശവും സാലുവ വംശവും തുളുവ വംശവും അരവിട് വംശവും. അപ്പൊ ആ ഓരോ വംശത്തിൽ പെട്ട രാജാക്കന്മാരുടെ പേരുകളാണ് തന്നിരിക്കുന്നത്. 2 രാജാക്കന്മാർ വെച്ച് എല്ലായിടത്തും തന്നെ ഉണ്ട്. അപ്പൊ ആ ജസ്റ്റ് കാണാൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, എന്നാലും ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓരോ രാജവംശത്തിലും പെട്ട രാജാക്കന്മാർ ആരൊക്കെ എന്നുള്ളത്. നമ്മുടെ വിജയനഗര രാജാക്കന്മാരുടെ കാര്യമാണ് ഈ പറഞ്ഞിരുന്നത്. അത് ആരൊക്കെ എന്നുള്ളത് ആ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് 1336 വിജയനഗരം സ്ഥാപിച്ചത്. വിജയനഗരം സ്ഥാപിച്ചത് ആരാണ്? ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് നമ്മുടെ വിജയനഗരം 1336 സ്ഥാപിച്ചത്. ഹരിഹരൻ ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു ആര്? നമ്മുടെ കൃഷ്ണദേവരായർ. അദ്ദേഹത്തിന്റെ വംശം ഏതാ? തുളുവ വംശത്തിൽപ്പെട്ടതായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായർ. ഹരിഹരനും ബുക്കനും കൂടിയാണ് നമ്മൾ വിജയനഗരം സ്ഥാപിച്ചതെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ആരായിരുന്നു? കൃഷ്ണദേവരായരായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. നോക്കിക്കേ, ഏതൊരാൾക്കും യാതൊരു ആസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പം ബാർബോസ അദ്ദേഹം നമ്മുടെ കൃഷ്ണദേവരായരെ കുറിച്ച് എഴുതാണ്. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു എന്നാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെ ജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ലായിരുന്നു. എല്ലാവർക്കും തുല്യ സമത്വവും നീതിയും തന്നിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായർ. ഏത് നഗരത്തിലായത്? വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു നമ്മുടെ
കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അപ്പൊ അതില് സ്ഥാപിച്ചത് ഹരിഹരന്റെ ബുക്കിനുമാണ്. പക്ഷെ എന്നാണ് 1336 പക്ഷെ അതിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? കൃഷ്ണദേവരായരാണ് നമ്മുടെ വിജയനഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പം അമുക്തമാല്യത, ജാംബവതി കല്യാണം എന്നീ കൃതികൾ ആരുടേതാണ്? നമ്മുടെ കൃഷ്ണദേവരായരുടെ കൃതികളാണ് ഈ രണ്ടെണ്ണം. അമുക്തമാലദ്യയും ജാംബവതി കല്യാണം. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിത കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ, അഷ്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8. അപ്പൊ നമ്മള് 8 പേരുണ്ടായിരുന്നു നമ്മുടെ കൃഷ്ണദേവരായരുടെ സദസ്സില്. അത് ആരൊക്കെയാന്ന് ഇവിടെ പറയുന്നില്ല. അപ്പം അഷ്ടദിഗ്ഗജങ്ങൾ, ജങ്ങൾ എന്നാണ് ആ ഒരു സദസ്സിനെ പറയുന്നത്, കൃഷ്ണദേവരായരുടെ സദസ്സിനെ പറയുന്നത്. അപ്പൊ അദ്ദേഹം രചിച്ച കൃതികള് അമുക്തമാല്യത, ജാംബവതി കല്യാണമാണ് എന്നതാണ് കൃഷ്ണദേവരായർ രചിച്ച കൃതികൾ. ആ പേരൊക്കെ ഇച്ചിരി കട്ടിയാണ്. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങളുടെ മൈൻഡിലിരിക്കും. കാരണം ഇനിയും നമുക്ക് അധിക ദിവസങ്ങളില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട് അയ്യോ ഇതൊന്നും പഠിച്ചില്ല, പഠിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നും ആരും ഓർക്കണ്ട. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നിങ്ങളുടെ മൈൻഡിൽ അത് കിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങളത് അങ്ങനെയാ നോക്കുക. ഇനി നോക്കിയ ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. നമ്മൾ ആ മുഗൾ രാജ്യത്തെ പറഞ്ഞായിരുന്നല്ലോ, ഗ്രാമം, പോർബാന, സൂബ, സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വിഭജിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ വിജയനഗരത്തിൽ വിഭജിച്ചിരുന്നതാണ് മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകള്, നാടുകൾ അഥവാ ജില്ലകള്, സ്ഥലം അഥവാ ഉപജില്ലകള്, ഗ്രാമങ്ങള് എന്നിങ്ങനെ അതും വിഭജിച്ചിരുന്നു. നമുക്ക് നമ്മുടെ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്നുള്ള ആ രീതി പോലെ തന്നെ ട്രയാങ്കിളിൽ തന്നെയാണ് ഇതും പോകുന്നത്. അതായത് ഗ്രാമങ്ങള്, സ്ഥലം, നാടുകള്, മണ്ഡലങ്ങള്. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഒരു നായകന്മാർ നമ്മുടെ സിനിമയ്ക്കകത്ത് നായകന്മാരല്ല, നമ്മുടെ സൈനിക മേധാവികൾ അറിയപ്പെടുന്നതാണ് എന്ത്? അമരനായകന്മാരാണ് നമ്മുടെ വിജയനഗരത്തിലെ സൈനിക മേധാവികൾ അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം നായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പം രാജാവിന്റെ കീഴിലുള്ളതാണ് ഏത്? നമ്മുടെ നായകന്മാരും അമരനായകന്മാരും. അപ്പൊ ഈ അമരനായകന്മാരെന്ന് പറയുന്നത് സൈനിക മേധാവികളാണ്. അവർക്ക് രാജാവാണ് അവരുടെ ഭരണാധികാരിയായിട്ട് നിൽക്കുന്നത്. രാജാവ് പറയുന്ന അനുസരിച്ച് പോകുക എന്നാണ് അവരുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അപ്പം രാജാവിനൊരു നിശ്ചിത തുക അവർ കൊടുക്കേണ്ടിയിരുന്നു. കാരണം അവരുടെ കുതിരകളിൽ നിന്നും അല്ലെങ്കിൽ നിശ്ചിത എണ്ണം കാലാളുകൾ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ രാജാവിന് കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു സംവിധാനത്തെയാണ് എന്ത്? അമരനായക സംവിധാനം എന്ന് പറയുന്നത്. നോക്കിയാൽ നമ്മുടെ വിജയനഗരത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നമ്മൾ ആ മുഗൾ രാജ്യത്തിലെയും പറഞ്ഞായിരുന്നു.
അതുപോലെ തന്നെ വിജയനഗരത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു നമ്മുടെ വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കടകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവവിവാഹം, സതീ സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. എന്ന് നോക്കിയാൽ ഡൊമിംഗോ പൈസ, ഇത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി എഴുതിയതാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വിശാലവും മനോഹരമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. അതായത് വിജയനഗരത്തിന്റെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം അവിടെ എന്താണ് കൂടുതലും ഈ സമ്പന്നര് അല്ലെങ്കിൽ അതിന് മാത്രം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭൂവിസ്തൃതി ആയിക്കോട്ടെ, ആ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം, അതായത് ഓരോ വസ്തുക്കള്, ഭക്ഷിക്കാനുള്ള കാര്യങ്ങള്, വസ്ത്രത്തിനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നല്ല രീതിയിൽ സമ്പന്നം ആയിക്കൊണ്ടിരുന്ന ഒരു നഗരമായിരുന്നു നമ്മുടെ വിജയനഗരം എന്ന് പറയുന്നത്. അപ്പൊ അത് സന്ദർശിച്ച ഒരു സഞ്ചാരി, അതായത് ഡൊമിംഗോ പയസ് എഴുതിയിരിക്കുന്നതാണ് വിജയനഗരത്തിന്റെ നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും നല്ല സവിശേഷതകളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാംപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. അപ്പൊ നമ്മുടെ ഈ കമലാപുരം കുളവും ഹിരിയ കനാലും അതൊക്കെ 15-ാം നൂറ്റാണ്ടിൽ വിജയനഗരം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് നിർമ്മിച്ചതാണ് ഇതെല്ലാം. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരം അനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാനമായിരുന്നു. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപനത്തിന്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാരം നടന്നിരുന്നു. ഇതെല്ലാം വിജയനഗരത്തിന്റെ ആ കുറെ പ്രത്യേകതകൾ തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് അതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു പോവുക. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്ന അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിൽ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്ന് അറിയപ്പെട്ടു. അപ്പൊ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെടുന്ന എന്താ? കുതിര കച്ചവടത്തിൽ ഏർപ്പെടുന്നിരുന്നവരാണ് കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി പറഞ്ഞു, അല്ലെങ്കിൽ അവിടുത്തെ രാജവാഴ്ചയായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ സോഷ്യലാണ്, നമുക്ക് ഈ ചരിത്ര കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ ഇനി സാംസ്കാരിക കാര്യങ്ങൾ നോക്കി. ഹംപിയുടെ ചിത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. ഹംപിയുടെ ചിത്രം നോക്കി ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? വിരൂപാക്ഷ ക്ഷേത്ര ഹംപി, ലോട്ടസ് മഹൽ ഹംപി, ഇതെല്ലാം ആ ഒരു സിനിമയ്ക്കകത്ത് അവർ ആ ഒരു ഗെയിം കളിക്കുമല്ലോ, ഇങ്ങനെ ഹംപി എന്നെ പറഞ്ഞു കാണിക്കേണ്ടതല്ല, സ്വയം കണ്ടുപിടിച്ച് കാണേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആ കുറെ സ്ഥലങ്ങളുണ്ട് ആ ഹംപി എന്നുള്ളതിൻ്റെ അകത്ത്. ലാസ്റ്റ് അവർ എത്തിച്ചേരുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു മ്യൂസീഷ്യൻസ് എല്ലാം കൂടി ഇരുന്ന് അവർ ആ തൂണിലും അവിടെ എല്ലാം കൊട്ടി കൊട്ടി പാടുന്നതൊക്കെ ആയിട്ട് ഭയങ്കര ആ സൈലൻസിൽ ആ ഒരു ഇതിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹംപി എന്ന് പറയുന്നത്. ഓക്കെ, വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി.
കൃഷ്ണദേവരായരെ പോലെയുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. നമുക്ക് വലിയ നല്ല ഹൈറ്റിൽ നമ്മുടെ ഈ മധുര മീനാക്ഷി അമ്പലമൊക്കെ ഈ ഒരു നല്ല രീതിയിൽ ഹൈറ്റ് ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത, അതായത് ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ പ്രധാന സവിശേഷതയിൽ ഉൾപ്പെടുന്നത്. ഏകദേശം എല്ലാ ഒരു എന്താ നല്ല ഹൈറ്റില് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വരുന്നതാണ്, നല്ല കൊത്തുപണികളൊക്കെ ആയിട്ട്. അപ്പൊ ഇതെല്ലാം ഈ വിജയനഗരത്തിന്റെ സവിശേഷതകളിൽ പെടുന്നതാണ്. സാഹിത്യ രംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വിജയനഗരത്തെ കുറിച്ച്, പിന്നെ നമ്മുടെ മധ്യകാലി ഇന്ത്യ, അതായത് മുഗൾ രാജവംശത്തിൻ്റെതാണ് വളരെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. നമ്മൾ കൂടുതലും പഠിക്കാനുള്ളത് എന്താ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു രാജാക്കന്മാർ അല്ലെങ്കിൽ ആ ഭരണാധികാരികളായിരിക്കും. മുഗൾ രാജവംശമായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ മധ്യകാലഘട്ടത്തില് ഭരണാധികാരികളായിട്ട് ഏറ്റെടുത്ത് നടത്തിയിരുന്നു മുഗൾ രാജവംശമായിരുന്നു. അപ്പൊ അവരെ കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ടും ഇന്നയാള് കഴിഞ്ഞ് ഇന്നയാളാണ്, ആ ആള് കഴിഞ്ഞിട്ട് ഇന്നയാളാണ്, അവരൊക്കെ എന്തൊക്കെ സംഭാവനകൾ നൽകി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ആ മുഗൾ കാലഘട്ടത്തിലെ എന്താ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ, ആ സമയത്തെ തൊഴിലുകൾ അല്ലെങ്കിൽ ഓരോ രാജാക്കന്മാരുടെ പേരുകൾ എവിടെയൊക്കെ വ്യാപിച്ചിരുന്നു, എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, പ്രധാനമായിട്ടുള്ള ഈ നമ്മുടെ ആഗ്ര, പിന്നെ ഫത്തേപൂർ സിക്രി അങ്ങനെയായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതെല്ലാം ഒരു മുഗൾ കാലഘട്ടത്തിലെ പ്രധാന കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ പറഞ്ഞാണ് നമ്മുടെ വിജയനഗരവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ കണ്ടു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിത് കണ്ടോ, മുഗൾ ഭരണ രീതിയായിരുന്നു ഗ്രാമം, പർഗാന, സർക്കാർ, സുബ. വിജയനഗരത്തിലെ ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഗ്രാമമുണ്ട്, പിന്നെ എന്തായിരുന്നു, സ്ഥലമുണ്ട്, നാടുകളുണ്ട്, പ്രവിശ്യകളുണ്ട്, അങ്ങനെ നാലായിട്ട് അതും തിരിച്ചിരുന്നു. അതിന്റെ ഭരണ സംവിധാനങ്ങളാണ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് നമ്മൾ അങ്ങനെ തിരിച്ചിരിക്കുന്നതാണ്. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാവരും രാജാവിന്റെ അടുത്തോട്ട് പോവല്ല. അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഘട്ടങ്ങളായിട്ട് തന്നെയാണ് തിരിച്ചറിയുക. സോൾവ് ചെയ്ത് പോകുന്നു, ഓരോ ആൾക്കാർ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് അവരുടെ എന്താ ഭരണമുറ പൊക്കോണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ ഞാൻ കട്ട് ചെയ്ത് പോകാൻ നിർത്തപ്പോ അത് അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഈ ചാപ്റ്റർ അത് നല്ല രീതിയിൽ വായിച്ച് തന്നെ പോകണം. നമ്മൾ സാധാരണഗതിയിൽ സോഷ്യലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്റ്റോറി ഒന്നും അധികം നോക്കണ്ട, ചില സ്റ്റോറികൾ അങ്ങ് വിട്ട് കളയാം എന്നുള്ളതിലുണ്ട്. പക്ഷെ ഇതിന്റെ അകത്തെ അത് ആ സെന്റൻസുകളിൽ തന്നെ വരും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ നിങ്ങൾ വായിച്ചു പോകണം. ഞാനിത് ഗ്രൂപ്പിലേക്ക് PDF ഇട്ടോളാം. പിന്നെ ബാക്കി ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടുകളായിരിക്കും ഇനി അടുത്ത ദിവസം തൊട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടുകളായിരിക്കും കൂടുതലായിട്ടും പറഞ്ഞു പോവാം. കാരണം നമുക്ക് ടൈം കുറവാണ്. അപ്പൊ നിങ്ങൾ ഈ എല്ലാ ചാപ്റ്ററുകളും എടുത്ത് നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ടുകൾ മാത്രം നോക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പൊ എക്സാം എടുക്കാറായതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഗ്രൂപ്പായിട്ട് പഠിക്കുന്നവർ കാണും, അല്ലെങ്കിൽ തന്നെത്താനെ പഠിക്കുന്നവർ കാണും, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ നോട്ട് കാണും. അപ്പൊ അങ്ങനെ പഠിക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പൊ എക്സാം എടുത്തല്ലോ, ഇനിയിപ്പോ ഒരു 4-5 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ ആ നോട്ട് പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഈ നോട്ട് ഇപ്പോഴാണല്ലോ വന്നേ, അപ്പൊ ഇത് പഠിച്ചില്ലല്ലോ, അത് പഠിച്ചില്ലല്ലോ, അതുകൂടെ നോക്കായിരുന്നു, അങ്ങനെ ഇങ്ങനെ കുറെ ഇത് വരും. പക്ഷെ അങ്ങനെയൊന്നും ആരും ഓർക്കണ്ട. നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക. അത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുന്നുണ്ടോ നോക്കുക. പിന്നെ ഈ ദിവസങ്ങളിൽ വരുന്ന റിവിഷൻ പോർഷൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഓർക്കുക. അല്ലാതെ ഇനിയും കൂടുതലായിട്ട് പുതിയ പുതിയ ടോപ്പിക്കുകളാണ്, അത് പഠിക്കുക, ഇത് പഠിക്കുക അങ്ങനെ ആരും ഒന്നും നോക്കണ്ട. ഇപ്പൊ നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടോ അത് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പോവുക. കാരണം നമുക്ക് ഇനി അതിനുള്ള ടൈമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവൾ അത് പഠിച്ചു തന്നു, അവളത് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ അവൻ അത് അയച്ചു, ഇത് അയച്ചു, അതിൽ ഇപ്പോഴാണല്ലോ ഈ നോട്ട് വന്നത്, അങ്ങനെ നമുക്ക് സംഭവങ്ങളെല്ലാം വരും. പക്ഷെ നിങ്ങൾ അതിലേക്ക് ഓവർ കോൺസെൻട്രേറ്റ് നടത്തണ്ട. നിങ്ങൾ ഇത്രയും ദിവസം പഠിച്ചത് എന്താണോ അത് തന്നെ പിന്നെ റിവൈസ് ചെയ്യുക. ഇനി നമ്മൾ എക്സ്ട്രാ പഠിക്കാൻ പോകുന്ന ഒന്നും അത്ര ഇതായിരിക്കില്ല, പിന്നെ നമുക്ക് ടെൻഷൻ കൂട്ടാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തറവായിട്ട് തന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ബാക്കിയുള്ള നമുക്ക് നാളെ രാവിലെയൊക്കെ ആയിട്ട് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഞാൻ നോട്ടും കാര്യങ്ങളും ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, താങ്ക് യു.